പുറപ്പാട് 10-ാം അധ്യായം. ബാറയ്ക്കുമോ യഹോവ പിന്നെയും മോശയോട്, നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക. ഞാൻ അവന്റെ മുമ്പിൽ എൻ്റെ അടയാളങ്ങൾ ചെയ്യേണ്ടതിനോ ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യേ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവൻ്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹറോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ ഇത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തിൽ വെട്ടുക്കിളിയെ വരുത്തും. നിലം കാണുവാൻ വഹിയാതെ വണ്ണാവ് ഭൂതലത്തെ മൂടുകയും കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നത് പറമ്പിൽ തളർത്തു വരുന്ന സകല വൃക്ഷവും തിന്നുകളയുകയും ചെയ്യും. നിന്റെ ഗൃഹങ്ങളും നിന്റെ സകല ഭൃത്യന്മാരുടെയും സകല മിസ്രയീമ്യരുടെയും വീടുകളെയും അതുകൊണ്ട് നിറയും. നിന്റെ പിതാക്കന്മാരാരെങ്കിലും പിതൃപിതാക്കന്മാരാരെങ്കിലും ഭൂമിയിലിരുന്ന കാലം മുതൽ ഇന്നുവരെ അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. പിന്നെ അവൻ തിരിഞ്ഞു ഫറവോന്റെ അടുക്കൽ നിന്ന് പോയി. അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട്, എത്രത്തോളം ഇവൻ നമുക്ക് കെണിയായിരിക്കും. ആ മനുഷ്യരെ ഞങ്ങളുടെ ദൈവമായി യഹോവയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം. മിസ്രയീം നശിച്ചു പോകുന്നതെന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും വീണ്ടും വരുത്തി അവരോട്, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പിൻ. എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശ, ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും. ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നോക്കുവീൻ, ദോഷമാകുന്നു നിങ്ങളുടെ അന്തരം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളുവിൻ. ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞു. അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, നിലത്തിൽ സകല സസ്യാദികളും കൽമഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളിയും മിസ്രയീം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശ തൻ്റെ വടി മിസ്രയീം ദേശത്തിന്മേൽ നീട്ടി. യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടിച്ചിട്ട് പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളി മിസ്രയീം ദേശത്തൊക്കെയും വന്നു. മിസ്രയീമിൻ്റെ അതിർത്തികളൊക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, ഇനി അതുപോലെ ഉണ്ടാവുകയുമില്ല. അത് ഭൂതലത്തൊക്കെയും മൂടി. ദേശം അതിനാൽ ഇരുണ്ടുപോയി. കൽമഴയിൽ ശേഷിച്ച രാത്രിയും ശേഷിച്ചതായി. നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളും സകല ഫലവും അത് തിന്നുകളഞ്ഞു. മിസ്രയീം ദേശങ്ങളെയും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല. ഫറവോൻ മോശയെയും അഹ്റോനെയും വേഗത്തിൽ വിളിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോട് നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. അവൻ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റടിച്ചു. അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിട്ട് കളഞ്ഞു. മിസ്രയീം രാജ്യത്തെങ്ങും ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ മിസ്രയീം മക്കളെ വിട്ടയച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോടും മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെ 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ച്, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ. നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും മാത്രം ഇങ്ങ് നിൽക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അതിന് മോശ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരണം. ഒരു കുളമ്പ് പോലും
പിമ്പിൽ ശേഷികൂടാം. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടത് അതിൽ നിന്നല്ലയോ ഞങ്ങൾ എടുക്കേണ്ടത്? അതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല. ഫറവോൻ അവനോട്, എൻ്റെ അടുക്കൽ നിന്ന് പോകുക, ഇനി എൻ്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക, എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിന് മോശ, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ബാറയ്ക്കുമോ.